ബെല്ലടിച്ചാലോടി വന്ന് ക്ലാസ് എടുക്കും സാറ്. ഉച്ചക്കഞ്ഞിക്കുപ്പു നോക്കാൻ ഓടിയെത്തും സാറ്. എടാ കവലെ നിന്നാ കേൾക്കാമല്ലോടാ നിന്റെയൊക്കെ ബഹളം. പഠിക്കുന്ന കാര്യത്തിൽ ഇത്ര ശ്രദ്ധയുണ്ടോ നിനക്കൊക്കെ? സാറ് സൈക്കിൾ ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞതാ. എന്ത് ചെയ്യുന്നില്ല സൈക്കിള്? എന്റെ സൈക്കിളായത്. ആ സൈക്കിള് കൊണ്ടുവന്ന് വെളിവെക്ക്. എവിടെ പോവാ? സൈക്കിൾ കൊണ്ടുവെക്കാം. അതിൽ നീ സൈക്കിൾ ക്ലാസ്സിൽ കൊണ്ടുവന്നോ? ഇല്ല, ആ കയറിയിരിക്കാം അവിടെ. എന്താണ് കേട്ടോ ഉടനെ അങ്ങ് ചാടി പോവാ. നിന്നെ ഞാൻ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുവോ കേട്ടോ. പിള്ളേരാരും ഇല്ലല്ലോടോ, ടൂർ പോയി. ഇന്ന് സാറ് നമ്മളെ കൊല്ലും. നമ്മള് രണ്ടുപേ ഉള്ളൂ. ബാക്കി ഈ വഞ്ചൊക്കെ ഒഴുകി കിടക്കുന്ന കുട്ടികളെല്ലാം ടൂറിന് പോയിരിക്കും അല്ലയോ? സാറന്മാരും പോയിട്ടുണ്ട്. അപ്പൊ ഞാനായിരിക്കും ഇവിടുത്തെ 5 വിഷയങ്ങളും ഇന്ന് എടുക്കുന്നത്. കേട്ടോ, അതെ. അഖിലുണ്ടോടാ? ഉണ്ട്. അനന്തോ? പ്രസിഡന്റോ? പ്രസന്റ്. ആ, ലീന മേരി സിസ്റ്റോ വർഗീസ്. ഹസ്ബൻഡ് അല്ലടാ, ആബ്സെന്റ്. ആ, വരുണുണ്ടോ? വരുണിന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. മോഹൻലാൽ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുക. ദൃശ്യ സിനിമ ക്ലാസ്സിൽ പോലും വരാതിരുന്ന് ദൃശ്യ സിനിമ കണ്ടോണ്ടിരുന്നുണ്ടോ വരുണിന്റെ? എനിക്കൂടെ ഇപ്പൊ കിട്ടിയത്. ടൂറിന് പോയി വരേണ്ട കാര്യം ചോദിച്ചേ. ഉണ്ണിയുണ്ടോ? ഉണ്ട് സാർ. അത് പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പോകാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. പോകാൻ മരുന്നൊന്നും ഇല്ലേ? മരുന്നൊക്കെ ഞാൻ തരാം കേട്ടോ. അതിനുള്ള മരുന്ന് അതേണ്ടിയിരിക്കുന്നത്. വളച്ചൊറ്റ വിടിയിൽ ഞാൻ അങ്ങ് വിടും. അപ്പൊ മലയാളം നമുക്കിന്ന് മലയാളത്തിന്റെ ക്ലാസ് അങ്ങ് തുടങ്ങാം. എന്റെ വിഷയം ഞാൻ പഠിപ്പിക്കുന്നതല്ല, ടീച്ചർ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ മലയാളം അങ്ങ് എടുക്കുക. സാർ പഠിപ്പിച്ചു. മഞ്ചരിയുടെ ലക്ഷണം പറയടാ. നീ പറ. മഞ്ചരി നീ പറയടാ. പാസ്. അറേ, ഒരുവിധം പാട്ടൊക്കെ പാടും. ഒരുവിധം അല്ല, നല്ലപോലെ പാടും. പിന്നെ ഇച്ചിരി ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. പിന്നെ കാണാനും വലിയ കുഴപ്പമില്ല. പാട്ടുകാരി മഞ്ചരിയുടെ ലക്ഷണമാണ് ഞാൻ പറഞ്ഞത്. അഖിലെ നീ വാങ്ങിക്കും കേട്ടോ. സാറ് പറയട്ടെ. ഒരു കാര്യം ചെയ്യ്, അടുത്ത നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണോ? വിഷയം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഭൂമിയുടെ 3 അവസ്ഥകളുടെ പേര് പറ. പിന്നെയും പാസ്. നീ എല്ലാം കൂടെ എന്നെ നെഞ്ചത്തോട്ട് വെക്കുക. സംസാരിക്കാതിരുന്നിട്ടൊന്ന് പറയാം. രാഘവം. രാഘവനോ? രാഘവനല്ല, കരം ദ്രാവകം. മൂന്നാമതൊരെണ്ണം കൊണ്ട് അതിന്റെ പേര് പറ. അതെനിക്ക് വാതകമല്ല. അടുത്തേ ഒപ്പിച്ചടാ നീ. ഞാൻ ഒപ്പിച്ചല്ല, സാർ ഒപ്പിച്ചെടുത്താ. കേട്ടോ, അവരോട് സംസാരിക്കാൻ പോവാ. അവിടെ ഇരുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കരുത് കേട്ടോ, ഒരു കാര്യവും. ജലത്തിന്റെ രാസനാമം പറയണം. നീ എഴുന്നേറ്റ് പറ. ഞാനോ? ജലത്തിന്റെ രാസനാമം. വെള്ളം. നിന്നോട് ചോദിച്ചോ? തേച്ചിട്ട് പോയോ? ഹെഡ്സെറ്റ് ഇല്ലയോ? അങ്ങനെ ശാസ്ത്രമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അടുത്ത് നമുക്ക് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്നല്ലെന്നാൽ എന്താണ്? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി. ഒറ്റയടിയാൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഉത്തരം പറയണം കേട്ടോ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? പറ. ചരിത്രം. എന്നെ കൊണ്ട് കളയിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ചരിത്രം. വാസ്കോഡെ ഗാമ കാലുകുത്തിയത് എവിടെ? ചാപ്പാട്. അത് ഉച്ചക്ക്. വാസ്കോഡ് ഗാമ കാലുകുത്തിയത് എവിടെ? കടപ്പാട്. ആരോട്? എന്നോടോ? എടാ കാപ്പാട്. കാപ്പാട്. നീ ഇത്തിരി റോങ് ആവുന്നുണ്ട് കേട്ടോ. ഇല്ല,
എവറസ്റ്റ് കൊടുമുടിയുടെ കീഴടക്കിയത് ആര്? കീഴടക്കിയത് ആ പറ. കീഴടക്കിയത് ഞാനോ? നീലല്ല, നീൽ ആംസ്ട്രോങ്. ഇവിടെ അത് ചന്ദ്രനിൽ പോയത്. അവിടുന്ന് എളുപ്പമല്ലായിരുന്നോ? അവിടോട്ട് പോയി അതും കൂടെ കുത്തിയയച്ച് ഇതോട്ട് പോരത്തില്ലായിരുന്നു. അത് നിന്റെ കുഞ്ഞമ്മയുടെ വീടാണോ? തോന്നുമ്പോ കേറി പോകാനും ഇറങ്ങി വരാനും. ഞാൻ ആ പുള്ളിയുടെ നന്മയ്ക്ക് പറഞ്ഞതാ. നന്മയ്ക്ക് പറഞ്ഞു. ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേരെന്ത്? മൈന. ആ മൈന ഇങ്ങോട്ട് ഇറങ്ങി പോടാ. അടിക്കരുത്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് അത് വലിച്ചു പിടി അങ്ങോട്ട്. ഇത് വലിച്ചു പിടിക്കുന്ന ഉടുക്ക് വായിക്കാനാണ്. അത് വലിച്ചു പിടി. ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേര് പറയട. മൈനേ മയിലേ. പറയട. മയിലേ. മയിൽ. പോയിരിക്കും അവിടെ. ഒരു കിളി നിമിത്തം എന്ത് തള്ളി കിട്ടിയടാ. കേരളത്തിന്റെ ദേശീയ പക്ഷിയുടെ പേര് പറ. വേലായുധൻ. അല്ല, ചെന്ന് മേടിക്കടാ, ചെന്ന് മേടിക്കേ. കൈ നേടാ. ആ വിളിച്ചിരിക്കുന്നില്ല കിളി. വാ വിളിച്ചിരിക്കുന്ന കിളിയുടെ പേരെന്തുവാ? വേയ ആദ്യം. എടാ വേമ്പാഴൽ. വേമ്പാഴൽ. വേഴാമ്പൽ. 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 പോയിരിക്കും. എനിക്കും അറിയാറില്ല. ഇനി ആഗസ്റ്റ് 15-നെ കുറിച്ച് ഒരു 2 വാക്ക് പറ. നീ പറയടാ. ആഗസ്റ്റ് 15 മമ്മൂട്ടിയുടെ പടമാണ്. ഷാജി കൈലാസ് ആണ് അതിന്റെ സംവിധായകൻ. ആ പടം നല്ല രീതിയിൽ ഓടിയില്ല, അതുകൊണ്ട് നിർമ്മാതാവ് നഷ്ടമായിരുന്നു. അടിപൊളി. ആ നിർമ്മാതാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ട്. അല്ല, OTT ഓടിയപ്പോ ലാഭമായിരുന്നു. ആ നിർമ്മാതാവ് ഏതാ? ആഗസ്റ്റ് 15-ന് നമുക്ക് എന്ത് കിട്ടും? മുട്ടായി കിട്ടും. അവധി കിട്ടിയത്. 15-ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അത് കിട്ടി. ഏത് എന്തോ കിട്ടി? ഇപ്പം കിട്ടി. അതോടൊപ്പം ഇരിക്കും. സ്വാതന്ത്ര്യം കിട്ടാ പാടാ. ഒന്നുമില്ലേ? കാര്യം ചെയ്യാം. ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട്. അന്നത് കളിക്കാം. പറഞ്ഞു വരട്ടെ. ആ നാടകം ഞാൻ തന്നെയാണ് രചിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ അവതരിപ്പിക്കണം. അത് നമുക്ക് കളിച്ചാലോടാ. ആരാ രാജാവാകുന്നേ? ഞാൻ രാജാവ്. രാജാവുണ്ട്, മന്ത്രിയുണ്ട്, ഭടനുണ്ട്. അപ്പൊ നീ രാജാവാകണം. ഞാൻ രാജാവ്. നിനക്ക് മന്ത്രിയാവോടാ? പറ്റുമോ? പറ്റും. ഞാൻ മന്ത്രി. നീ മന്ത്രി. ഇപ്പൊ കിരണനെ നമുക്ക് പഠനാക്കാം. അവൻ ടൂർ പോയിക്കൂല്ലേ? ടൂർ പോയി. അന്നാ കിരണന്റെ പകരം ഞാൻ ഡമ്മിയായിട്ട് ഇവിടെ പഠനമായിട്ട് അങ്ങ് നിന്നോളാം. അത് നല്ല കളിയാ. ഈ നാടകത്തിന് പേരാണ് ഗുരുവിന് പറ്റിയ അബദ്ധം. അങ്ങനെ ഉണ്ടാക്കണ്ട. ഞാനിവിടെ പറയുന്ന പോലെ കേട്ടാ മതി കേട്ടോ. വേണ്ട. അപ്പൊ അവിടോട്ട് ഇറങ്ങിയേക്ക. അത് ഈ രാജാവാ. ആദ്യം രംഗത്ത് രാജാവ് അട്ടഹസിക്കുന്നു. ഞാൻ രംഗത്ത് രാജാവ് അട്ടഹസിക്കുന്നു. അത് രംഗത്ത് രാജാവ്. രംഗത്തെന്നല്ലേ രാജാവിന്റെ പേര്? രാജാവിന്റെ പേര് ഞാൻ ഇട്ടോ. രംഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. രംഗം 1 അട്ടഹസിക്ക് സമയം കളയാ. എവിടെ മന്ത്രി? എവിടായിരുന്നു മന്ത്രി? സെക്രട്ടേറിയറ്റിലെ മന്ത്രിയാണോ? അങ്ങനെ അടിച്ചു കയറുവാടാ. രാജാവിന്റെ കൊട്ടാരത്തിലെ മന്ത്രിയുടെ കാര്യം പറയുന്നത്. കൊട്ടാരത്തിലെ മന്ത്രി. മന്ത്രി. അപ്പൊ എവിടെയും മന്ത്രി എന്ന് പറയുമ്പം നീ ഇറങ്ങി വേണം. പറഞ്ഞാലും പ്രഭു. ആജ്ഞാപിച്ചാലും പ്രഭു. ആജ്ഞാപിച്ചു. യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? പറ രാജാവ് പറ. യുദ്ധത്തിന് ഭടനായി നിൽക്കുന്ന റെഡി എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന രവി എവിടെ? എടാ, യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? അത്രയും മതി. നീ വിളിയടാ. ഭടൻ എവിടെ? ഭടൻ ഞാനാ. എന്നെ വിളിക്കണം. ഒറ്റ തവണ വിളിച്ച ഭട എവിടെ? അത്ര മാത്രം മതി. ഒറ്റ പ്രാവശ്യം ഒരു പാടാ വിളിച്ചങ്ങ് നിർത്ത. ഭടൻ എവിടെ?
ഞാൻ അഭിനയിക്കും. എനിക്ക് അത് ഞാൻ എന്റെ പൊന്നെ സഹിച്ചോളാം ബാ. കങ്കാറിന്റെ കുഞ്ഞു വന്ന പോടെ. പറഞ്ഞാലും പ്രഭു അങ്ങനൊന്നും വന്നാ പോരത്തില്ല. അങ്ങനെ ഒക്കത്തില്ല. എടാ, പടം ഇങ്ങനെ വരണം. ഇങ്ങനെ ആ പടം വരും. ഞാനാ ഇത് എഴുതിയത്. അതുകൊണ്ടാ പറഞ്ഞേ. ആ അതുകൊണ്ടാ പറഞ്ഞത്. നന്നാകണ്ടേ? ആ ഒന്നുകൂടെ വിളിയടാ. പോടൻ വരട്ടെ. ആ ആജ്ഞാപിച്ചാലും പ്രഭു. ആ ആജ്ഞാപിക്കും. നമ്മുടെ രാജ്യത്തിനെ ഒറ്റുകൊടുത്ത ഈ ഭടന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലു. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത ഈ ഭടന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയൂ. എന്റെ കഴുത്തിരിക്ക കഴുത്തിരിക്കടാ. കഴുത്തിരിക്കടാ. അയ്യോ തിരികൊളുത്തു വന്ന നിലവിളക്കിന് പിടിച്ച് ഞെരുക്കടാ അങ്ങ്. അങ്ങനെ ചെയ്യണോ? ആ പിന്നെ കിട്ടിയ അവസരമല്ലേടാ. ഭാവം വരട്ടെ. ആച്ചടാ. ആ അവിടെ ഇരിക്കോളാം. ആ. മതി. ഞെരുക്ക്, ഞെരുക്ക്. ഞെരുക്ക്, ഞെരുക്ക്. ഒരു മിനിറ്റ്. ആ കൈ അരയ്ക്കുന്നു. തിരിച്ചു പിടി. ആ അങ്ങനെ പിടി. ആ എടാ അഖിലേ, ഇപ്പൊ കാര്യമായിട്ട് പഠിക്കാം. ഇങ്ങോട്ട് വാ. അഖിലേ, ഇത് ആരെന്ന് മനസ്സിലാ. ഇരിക്കാനല്ലേ സാറ് പറഞ്ഞത്? എന്താ പണിയാടാ കാണിച്ചേ? അങ്ങനെ ഇപ്പൊ ചത്തുപോയെന്ന്. നല്ല ഒറിജിനാലിറ്റി വേണമെന്നില്ലേ സാറ് പറഞ്ഞേ? ഒറിജിനാലിറ്റി നമുക്ക് ഒന്നും കൂടെ നോക്കിയാലേ സാറേ? ആ ഭാഗത്ത് ഒന്നും കൂടെ നീ ഒന്നും നോക്കണ്ട. എന്റെ നാടകത്തിനിട്ട പേര് പോലെ ഗുരുവിന് പറ്റിയ അബദ്ധം.